മൂത്രത്തിലെ കല്ലുകൾ. സർവ്വസാധാരണ ആരോഗ്യപ്രശ്നമാണ് മൂത്രത്തിലെ കല്ലുകൾ. വളരെയധികം വേദനയും ജോലിയിൽ നിന്ന് വിട്ടുനിൽക്കേണ്ട അവസ്ഥയും ഉണ്ടാക്കുമെന്നതിനാൽ പ്രധാനപ്പെട്ട ഒരു സാമൂഹിക പ്രശ്നം കൂടിയാണ് മൂത്രത്തിലെ കല്ലുകൾ. എന്താണ് മൂത്രത്തിലെ കല്ലുകൾ? കല്ലുകൾ എന്ന വാക്ക് സൂചിപ്പിക്കുന്നതുപോലെ മൂത്രസംബന്ധമായ ശരീരവ്യവസ്ഥയിൽ ഉണ്ടാകുന്ന കല്ലുകളാണ് മൂത്രത്തിലെ കല്ലുകൾ. യൂറിനറി ട്രാക്ട്. വൃക്കകൾ, മൂത്രവാഹിനിക്കുഴലുകൾ, മൂത്രാശയം, മൂത്രനാളി എന്നിവിടങ്ങളിലെല്ലാം കല്ലുകൾ ഉള്ളതായി നിർണയിക്കപ്പെടാമെങ്കിലും കല്ലുകളുടെ ഉത്ഭവസ്ഥാനം വൃക്കകളോ മൂത്രാശയമോ ആയിരിക്കും. എന്തൊക്കെയാണ് മൂത്രത്തിലെ കല്ലുകളുടെ രോഗലക്ഷണങ്ങൾ? മൂത്രം പുറന്തള്ളുമ്പോൾ അതിന്റെ കൂടെ ചെറിയ കല്ലുകൾ ശരീരത്തിന് പുറത്തേക്ക് വരാം. പക്ഷേ ഏതെങ്കിലും ഒരു സ്ഥലത്ത് കല്ലുകൾ തങ്ങിനിന്ന് പലതരം രോഗലക്ഷണങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. പ്രധാന ലക്ഷണങ്ങൾ ഇവയാണ്: അടിവയറ്റിലോ പുറംഭാഗത്തോ വയറിന്റെ വശങ്ങളിലോ ഉണ്ടാകുന്ന വേദന, മൂത്രത്തിൽ രക്തത്തിന്റെ അംശം, ഛർദ്ദിക്കാനുള്ള തോന്നൽ, മൂത്രമൊഴിക്കുമ്പോൾ വേദന, കൂടെ മൂത്രമൊഴിക്കാനുള്ള തോന്നൽ, പനി, ക്ഷീണം. മൂത്രത്തിലെ കല്ലുകളോടൊപ്പം പനിയുണ്ടെങ്കിൽ അണുബാധയുടെ സൂചനയാകാം. അടിയന്തരമായി ചികിത്സ ആവശ്യമായതിന്റെ സൂചന കൂടിയാണിത്. രോഗലക്ഷണങ്ങൾ ഒന്നുമില്ലാതെ തന്നെ വലിയ കല്ലുകൾ വൃക്കകളിൽ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. മൂത്രത്തിൽ കല്ലുകളുണ്ടെന്ന് എങ്ങനെ നിർണ്ണയിക്കാം? മേൽപ്പറഞ്ഞ രോഗലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ ഡോക്ടറെ സമീപിച്ച് ആവശ്യമായ പരിശോധനകൾ ചെയ്ത് രോഗനിർണയം നടത്താവുന്നതാണ്. സാധാരണഗതിയിൽ മൂത്രക്കല്ലുകളുടെ ചികിത്സയും ആവശ്യമെങ്കിൽ ശസ്ത്രക്രിയയും നടത്തുന്നത് യൂറോളജി വിദഗ്ധരാണ്. മൂത്രത്തിലെ കല്ലുകൾ കണ്ടുപിടിക്കാൻ സാധാരണ നടത്തുന്ന ടെസ്റ്റുകളാണ് മൂത്രപരിശോധന, വയറിന്റെ എക്സ്റേ, അൾട്രാസൗണ്ട് സ്കാൻ മുതലായവ. മേൽപ്പറഞ്ഞ ടെസ്റ്റുകളിൽ വ്യക്തത ഉണ്ടാകാത്ത പക്ഷം CT സ്കാൻ പരിശോധന നടത്തേണ്ടിവരും. ഏതു പ്രായക്കാരിലാണ് മൂത്രത്തിലെ കല്ലുകൾ കൂടുതൽ കാണുന്നത്? ശൈശവം മുതൽ വാർദ്ധക്യം വരെ ഏതു പ്രായക്കാരിലും ഉണ്ടാകാവുന്ന അസുഖമാണ് മൂത്രത്തിലെ കല്ലുകൾ. പക്ഷേ കുട്ടികളിൽ ഈ അസുഖമുണ്ടാകുമ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള പ്രത്യേക ശാരീരിക പ്രശ്നമുണ്ടോ എന്ന് വിശദമായി പരിശോധിക്കേണ്ടത് ആവശ്യമാണ്. മൂത്രത്തിലെ കല്ലുകൾ ഉണ്ടാകാൻ പുരുഷന്മാർക്ക് സ്ത്രീകളെക്കാൾ സാധ്യത കൂടുതലാണ്. മൂത്രത്തിലെ കല്ലുകൾ എങ്ങനെ ഉണ്ടാകുന്നുവെന്ന് നോക്കാം. മൂത്രത്തിലെ കല്ലുകളുടെ രാസഘടന വ്യത്യാസപ്പെട്ടിരിക്കുന്നു. കാൽസ്യം, ഓക്സലേറ്റ്, ഡിസ്റ്റൈൻ, യൂറിക് ആസിഡ് മുതലായ പദാർത്ഥങ്ങൾ മൂത്രത്തിൽ കൂടിയ അളവിൽ ഉണ്ടാകുമ്പോഴാണ് കല്ലുകൾ രൂപപ്പെടുന്നത്. മൂത്രത്തിന്റെ അളവ് കുറഞ്ഞ് സാന്ദ്രത കൂടുന്ന അവസ്ഥയിലും കല്ലുകൾ രൂപപ്പെടാം. ഈ പദാർത്ഥങ്ങൾ പരലുകളായി വൃക്കയിൽ അടിഞ്ഞുകൂടി ക്രമേണ വലുപ്പം കൂടി വന്ന് കല്ലുകളായി രൂപപ്പെടുന്നു. കല്ലുകൾ ഉണ്ടാകാനുള്ള കാരണങ്ങൾ എന്തെല്ലാമാണ്? മൂത്രത്തിലെ കല്ലുകൾ പലതരം രാസഘടന ഉള്ളതാകാം. അതുകൊണ്ടുതന്നെ കല്ലുകൾ ഉണ്ടാകാനുള്ള കാരണങ്ങൾ ഓരോ വ്യക്തിയിലും വ്യത്യാസപ്പെട്ടിരിക്കും. ഭക്ഷണക്രമത്തിലെ കാലാവസ്ഥാ വ്യത്യാസം, പ്രോട്ടീൻ, സോഡിയം തുടങ്ങിയവ കൂടുതലായി അടങ്ങിയ ഭക്ഷണങ്ങൾ കാൽസ്യം കല്ലുകൾ കൂടുതലായി ഉണ്ടാകാൻ കാരണമാകും. മാംസാഹാരം, യൂറിക് ആസിഡ് കല്ലുകൾക്ക് കാരണമാകും. വിറ്റമിൻ B6 ഭക്ഷണത്തിലെ കാൽസ്യത്തിന്റെ കുറവ് ഓക്സലേറ്റ് കല്ലുകൾക്ക് കാരണമാകും. ആവശ്യാനുസരണം വെള്ളം കുടിക്കാതിരിക്കുക, നിർജ്ജലീകരണം പലതരം കല്ലുകൾ ഉണ്ടാകാൻ കാരണമാകും. കാൽസ്യം ഗുളികകൾ, കാൽസ്യം അടങ്ങിയ മരുന്നുകൾ, കാൽസ്യം ലവണങ്ങളടങ്ങിയ കല്ലുകൾക്ക് കാരണമാകും. വേനൽക്കാലത്ത് കല്ലുകൾ കൂടുതൽ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ജനിതകമായ കാരണങ്ങൾ, പലതരം ജനിതക രോഗങ്ങളും ചെറിയ ജനിതക വ്യത്യാസങ്ങളും കല്ലുകൾ ഉണ്ടാകാൻ കാരണമാകും. അപൂർവമായിട്ടെങ്കിലും ഉണ്ടാകാവുന്ന ചില പ്രധാന രോഗങ്ങൾ: പ്രൈമറി ഹൈപ്പർ ഓക്സിലൂറിയ, സിസ്റ്റൈനൂറിയ, ഇൻഡിയോപ്പതിക് ഹൈപ്പർ കാൽസിയൂറിയ, ലിഷ് നൈഹാൻ സിൻഡ്രോം, ഫെമിലിയൽ റീനൽ ട്യൂബുലർ അസോഡിസിസ്. ശാരീരിക പ്രത്യേകതകൾ കൊണ്ടുണ്ടാകാവുന്ന കാരണങ്ങൾ: തുടരെ മൂത്രത്തിൽ കല്ലുകൾ ഉണ്ടാകുന്നവർ, വലിയ കല്ലുകൾ ഉണ്ടാകുന്നവർ, കുട്ടികൾ മുതലായവർക്ക് ശാരീരികമായി ഉണ്ടാകാവുന്ന ചില വ്യതിയാനങ്ങൾ മൂലം മൂത്രത്തിൽ കല്ലുകൾ ഉണ്ടാകാവുന്നതാണ്. ചില പ്രധാന കാരണങ്ങൾ: ഹൈപ്പർ കാൽസിയൂറിയ, ഹൈപ്പർ പാരാതൈറോയിഡിസം, ഹൈപ്പർ യൂറിക്കോസൂറിയ, ഹൈപ്പർ ഓക്സലൂറിയ, മൂത്രത്തിലെ പഴുപ്പ്, ട്രിപ്പിൾ ഫോസ്ഫേറ്റ് എന്നയിനം കല്ലുകൾ മൂത്രത്തിൽ അണുബാധ മൂലം ഉണ്ടാകുന്നു. മൂത്രത്തിൽ കല്ലുകൾ ഉണ്ടാകാൻ സാധ്യത കൂടുതലുള്ളവർ: ചില രോഗങ്ങൾ, ഭക്ഷണക്രമത്തിലെ വ്യത്യാസം, ചില മരുന്നുകൾ മുതലായവ മൂത്രത്തിൽ കല്ലുകൾ ഉണ്ടാകാനുള്ള സാധ്യത കൂട്ടുന്നു. ഭക്ഷണക്രമത്തിലെ വ്യത്യാസങ്ങൾ: ആവശ്യത്തിന് വെള്ളം കുടിക്കാതിരിക്കുക, ഭക്ഷണത്തിൽ കാൽസ്യം കുറയുമ്പോൾ കാൽസ്യം ഗുളികകളുടെ ഉപയോഗം, മാംസാഹാരം, കൂടിയ അളവിലുള്ള മധുരം ഉപയോഗിക്കുന്നത്, ആഹാരത്തിലെ സോഡിയത്തിന്റെ അളവ് കൂടുന്നത്, അമിതമായ ഇലക്കറികളുടെ ഉപയോഗം, ചോക്ലേറ്റ്, കപ്പലണ്ടി, കശുവണ്ടി മുതലായവയുടെ അമിത ഉപയോഗം, ഹൈപ്പർ പാരാതൈറോയിഡിസം, ഗൗട്ട്, പ്രമേഹം, അമിതവണ്ണം, ക്രൗൺസ് ഡിസീസസ്, ആമാശയവും കുടലുമായി ബന്ധപ്പെട്ട ചില ശസ്ത്രക്രിയകൾ, ജനിതക രോഗങ്ങൾ. മൂത്രത്തിലെ കല്ലുകൾ എങ്ങനെയാണ് ചികിത്സിക്കുന്നത്? മൂത്രത്തിലെ കല്ലുകളുടെ ചികിത്സ ഏത് രീതിയിൽ വേണമെന്ന് തീരുമാനിക്കുന്നത് കല്ലിന്റെ സ്ഥാനം, വലുപ്പം, കല്ല് മൂലം മൂത്രനാളിയിലുള്ള തടസ്സം, അനുബന്ധമായ അണുബാധ, വൃക്കകളുടെ പ്രവർത്തനത്തിലെ തകരാറ് മുതലായ ഘടകങ്ങൾ പരിശോധിച്ച ശേഷമാണ്. ചെറിയ കല്ലുകൾ പലപ്പോഴും മരുന്ന് കൊടുത്ത് ചികിത്സിക്കുകയാണ് പതിവ്. കല്ലുകൾ വൃക്കയിൽ നിന്ന് താഴേക്ക് വരുമ്പോഴുള്ള വേദന പലപ്പോഴും ഒരു പ്രശ്നമാണ്. വേദന സംഹാരികൾ ഉപയോഗിക്കാമെങ്കിലും രോഗിയുടെ വേദന താങ്ങാനുള്ള ശേഷിയും ചികിത്സയിലെ ഒരു ഘടകമാണ്.
വലിയ കല്ലുകൾക്കും മരുന്നിലൂടെ പോകാതെ തങ്ങിയിരിക്കുന്ന കല്ലുകൾക്കും ശസ്ത്രക്രിയ ആവശ്യമായി വരും. പലതരം ചികിത്സാരീതികൾ കല്ലുകൾ നീക്കം ചെയ്യാനായി ഉപയോഗപ്പെടുത്തുന്നുണ്ട്. അനുബന്ധമായി അണുബാധ ഉണ്ടെങ്കിൽ അത് ചികിത്സിച്ച് ഭേദമാക്കിയ ശേഷം മാത്രമേ കല്ലുകൾ നീക്കം ചെയ്യാനുള്ള ശസ്ത്രക്രിയ ചെയ്യുകയുള്ളൂ. അണുബാധയുള്ള അവസരങ്ങളിൽ പലപ്പോഴും സ്റ്റെന്റിംഗ് എന്ന ലഘു ശസ്ത്രക്രിയ ചെയ്ത ശേഷം ദിവസങ്ങൾക്കു ശേഷമേ കല്ലുകൾ നീക്കം ചെയ്യാനുള്ള പ്രധാന ശസ്ത്രക്രിയ ചെയ്യൂ. മൂത്രത്തിലെ കല്ലുകൾ നീക്കം ചെയ്യാനുള്ള ശസ്ത്രക്രിയ എന്തൊക്കെയാണ്? കല്ലുകളുടെ വലുപ്പം, സ്ഥാനം, കടുപ്പം, വൃക്കകളുടെ മൂത്രവാഹിനി അറകളുടെ ആകൃതി ഇവയ്ക്കനുസരിച്ചാണ് എന്ത് ശസ്ത്രക്രിയയാണ് ഓരോ കല്ലിനും യോജിച്ചതെന്ന് തീരുമാനിക്കുന്നത്. പ്രധാന ശസ്ത്രക്രിയാ മാർഗങ്ങൾ ഇവയാണ്: എക്സ്ട്രാ കോർപ്പോറിയൽ ഷോക്ക് വേവ് ലിത്തോട്രിപ്സി ESWL. ഊർജം കൂടിയ മർദ്ദതരംഗങ്ങൾ ഉപയോഗിച്ച് ശസ്ത്രക്രിയ കൂടാതെ കല്ലുകൾ പൊടിക്കുന്ന രീതിയാണിത്. വലുതും കടുപ്പമേറിയതുമായ കല്ലുകൾ ഈ രീതിയിലൂടെ ചികിത്സിക്കാൻ പ്രയാസമാണ്. പൊടിഞ്ഞ കല്ലുകൾ മൂത്രനാളിയിലൂടെ പോകുമ്പോൾ ചിലർക്കെങ്കിലും വേദന ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. പെർക്യൂട്ടീനിയസ് നെഫ്രോലിത്തോട്ടമി. ശരീരത്തിന്റെ പുറംഭാഗത്തുകൂടി ചെറിയ മുറിവിലൂടെയുള്ള താക്കോൽദ്വാര ശസ്ത്രക്രിയയിലൂടെ കല്ലുകൾ നീക്കം ചെയ്യുന്ന രീതിയാണിത്. വലുതും കടുപ്പമേറിയതുമായ കല്ലുകൾ ഈ രീതിയിലൂടെ നീക്കം ചെയ്യാവുന്നതാണ്. യൂറിറ്റെറോസ്കോപ്പി. പുറമേ മുറിവുകളില്ലാതെ മൂത്രനാളിയിലൂടെ ഉപകരണം കടത്തി മൂത്രനാളിയിൽ കല്ലുകൾ ഇരിക്കുന്ന സ്ഥാനം വരെ എത്തിച്ച് കല്ല് പൊടിക്കുന്ന രീതിയാണിത്. മൂത്രവാഹിനിക്കുഴലുകളിൽ തടഞ്ഞിരിക്കുന്ന കല്ല് നീക്കം ചെയ്യാൻ ഏറ്റവും പറ്റിയ രീതിയാണിത്. ഇതേ വഴിയിലൂടെ തന്നെ വൃക്കയ്ക്കുള്ളിലേക്ക് വളച്ചു കടത്താവുന്ന ഫ്ലെക്സിബിൾ യൂറിറ്റെറോസ്കോപ്പി ഇപ്പോൾ ലഭ്യമാണ്. ഇതിന്റെ ഉപയോഗവും ഇതിലൂടെ ലേസർ രശ്മികൾ കടത്തി കല്ല് പൊക്കുന്ന രീതിയും ഇപ്പോൾ വ്യാപകമായി ഉപയോഗിച്ചുവരുന്നു. മൂത്രത്തിൽ കല്ലുകൾ ഉണ്ടാകുന്നത് എങ്ങനെ തടയാൻ സാധിക്കും? മൂത്രത്തിലെ കല്ലുകൾ ഒരിക്കലെങ്കിലും ഉണ്ടായിട്ടുള്ള രോഗികൾ രക്തവും മൂത്രവും വിശദമായി പരിശോധിച്ച് കല്ലുണ്ടാകാൻ സാധ്യത കൂട്ടുന്ന രോഗങ്ങളില്ല എന്ന് ഉറപ്പുവരുത്തേണ്ടതാണ്. മൂത്രത്തിലൂടെ പുറത്തുവന്ന കല്ലുകൾ ശേഖരിക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ അവ പരിശോധിച്ച് ഏതുതരം കല്ലാണെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ഇതുകൂടാതെ 24 മണിക്കൂർ മൂത്രം ശേഖരിച്ചുള്ള വിശദമായ പരിശോധനയും പലപ്പോഴും അനിവാര്യമാണ്. ഓരോ തരം കല്ലുകൾക്കുമുള്ള ആഹാരക്രമത്തിലെ നിയന്ത്രണം ചികിത്സിക്കുന്ന ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം പാലിക്കേണ്ടതാണ്. ഉദാഹരണത്തിന്, യൂറിക് ആസിഡ് കല്ലുകൾ ഉള്ളവർ മാംസാഹാരം വർജിക്കേണ്ടതാണ്. ഇതുകൂടാതെ കല്ലുകൾ വരുന്നത് തടയാൻ പലതരം മരുന്നുകൾ ലഭ്യമാണ്. ഓരോ തരം കല്ലിനും ഓരോ രീതിയിലായിരിക്കണം മരുന്നുകളുടെ പ്രയോഗം. ഏറ്റവും പ്രധാനമായി ശ്രദ്ധിക്കേണ്ടത് ധാരാളം വെള്ളം കുടിക്കുക എന്നുള്ളതാണ്. ശരീരഭാരമനുസരിച്ച് എത്ര വെള്ളം നിർബന്ധമായും കുടിച്ചിരിക്കണമെന്ന് തീരുമാനിക്കേണ്ടതാണ്. മൂത്രത്തിന്റെ നിറം നോക്കി തന്നെ ഓരോരുത്തർക്കും കുടിക്കുന്ന വെള്ളം മതിയാകുന്നുണ്ടോ എന്ന് എളുപ്പം തിരിച്ചറിയാം. മഞ്ഞ നിറത്തിൽ മൂത്രം വരുന്നതിന് പകരം നിറമില്ലാതെയോ വളരെ നേർത്ത മഞ്ഞ നിറത്തിലോ മൂത്രം വരുന്ന വിധത്തിൽ ധാരാളമായി വെള്ളം കുടിച്ചിരിക്കണം. മൂത്രത്തിൽ കല്ലുകളുടെ കാര്യമെടുത്താൽ എപ്പോഴും അവ ഉണ്ടാകുന്നത് തടയുന്നതാണ് ഉണ്ടായിട്ട് ചികിത്സിക്കുന്നതിനേക്കാൾ ഉത്തമം.